ഹലോ നമസ്കാരം, ബീമലുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ടീച്ചേഴ്സ്. 1962 സെപ്റ്റംബർ 5 മുതൽ നമ്മുടെ ഇന്ത്യയിൽ ടീച്ചേഴ്സ് ഡേ ആചരിച്ചു വരുന്നു. നമുക്ക് കാണാം സെൻറ് ജോർജ് കോളേജിലെ സ്റ്റുഡൻസ് എങ്ങനെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. നമസ്കാരം. നമുക്കറിയാം സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ആചരിക്കുന്നു. എന്താണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആചരിക്കാനുള്ള കാരണം? ആദ്യം തന്നെ എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ അധ്യാപക ദിന ആശംസകൾ നേരുന്നു. പിന്നെ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകുമ്പം ഒരു ദിവസം മാത്രം നമുക്ക് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആദരിക്കാൻ കിട്ടുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ അധ്യാപകർക്കുള്ള പ്രാധാന്യം വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് അധ്യാപകർക്ക് കൂടുതൽ പ്രൊമോട്ടേഷൻ കൊടുത്ത് അവരെ വലിയ നിലയിൽ അവർക്ക് സ്ഥാനമാനം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു സഹകരണവും ഐക്യവും സൗഹൃദവും വളരുന്നതിനും അതിലുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഇത്തരം പരിപാടികൾ വളരെ നല്ലതാണ്. ടീച്ചേഴ്സിനെ അവർ അറിവ് പറഞ്ഞു തരുന്ന ഗുരുക്കളെ നമ്മൾ ബഹുമാനിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് നമ്മളൊരു സ്പെഷ്യൽ ഡേ മാറ്റി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ടീച്ചേഴ്സ് ഡേ ആചരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വ്യക്തിത്വങ്ങളുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതുപോലെ തന്നെ ഗുരുവിനും നമുക്ക് ഫാദേഴ്സ് ഡേ ഉണ്ട്, മദേഴ്സ് ഡേ ഉണ്ട്. അപ്പോൾ ഗുരുവിനും അതുപോലെ തന്നെ ഡേ വേണം അതുപോലെ തന്നെ ബഹുമാനിക്കാനൊക്കെ അവരെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റിയൊരു ഡേ ആണ് ടീച്ചേഴ്സ് ഡേ ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. ടീച്ചേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ പറ്റി നമ്മൾ ഓർക്കാനും അവരുടെ നമ്മുടെ ജീവിതത്തിൽ അവരുടെ വാല്യൂസ് ബഹുമാനിക്കാനും അവരെ ബഹുമാനിക്കാനും ഒക്കെ ആയിട്ടാണ് അത് ആചരിക്കുന്നത്. ഒരു ആദരവ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അവരുടെ ആദരവ് കാണിക്കാൻ പറ്റിയൊരു അതാണ് ഞാൻ അതിനെ കാണുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഗുരു എന്ന് പറയുന്നതാണ് ടീച്ചേഴ്സിൻ്റെ മലയാളം വാക്ക്. ഗുരു എന്ന് പറയുന്ന 2 വർണ്ണങ്ങൾ ചേർത്തിട്ടാണ് ഗുരു എന്ന വാക്കുണ്ടായിരിക്കുന്നത്. എന്നാൽ ഗുരു എന്ന് വെച്ചാൽ ഇരുളിൽ നിന്നും വെളിച്ചത്തെ കൊണ്ടുവരുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഗുരു എന്നുള്ള വാക്ക് നൽകുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യജീവിതത്തിലെ എല്ലാവരുടെയും മനസ്സിലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നവർ ഗുരുക്കന്മാരാണ്. അവരെ തീർച്ചയായും ആദരിക്കേണ്ടത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളെ ആദ്യാക്ഷരം കുറിക്കാൻ പഠിപ്പിച്ച നമ്മുടെ ടീച്ചേഴ്സാണ്. അവരെ ആദരിക്കേണ്ടത്. അപ്പോൾ അവരെ ഓർക്കാൻ വേണ്ടി ഉള്ളൊരു ദിവസമാണ് ടീച്ചേഴ്സ് ഡേ. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ മാത്രമല്ല, നമ്മൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും അല്ലെങ്കിൽ നഴ്സറിയിൽ നമ്മളിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഓർക്കാൻ ഉള്ളൊരു ദിവസം. അതിനുവേണ്ടി നമ്മൾ ടീച്ചേഴ്സ് ഡേ ആക്കിയിരിക്കും. അധ്യാപകർ ഒരു വിദ്യാർത്ഥികളടങ്ങുന്ന സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഒരു വിദ്യാർത്ഥിയെ ദൈവത്തിലേക്ക് വഴികാട്ടുന്നതാണ് ഗുരു. അതാണ് ഗുരു ദൈവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരിയിലേക്കും ആ ശരികൾ ചേരുമ്പോഴാണ് നല്ലൊരു വ്യക്തി ഉണ്ടാകുന്നത്. ഒരു വ്യക്തി ഉണ്ടാക്കുന്നതിന് നല്ല വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിനും ഗുരുക്കന്മാർ അനിവാര്യമാണ്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും ലോകത്തിൻ്റെ അനിവാര്യതയ്ക്കും അധ്യാപകരല്ലാതെ ഒന്നും സാധ്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ദിനം ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏത് ഇടനാടുകളിലെയും നോക്കിയാലും ഓരോ മഹത് വ്യക്തികളെയും വാർത്തെടുത്തതിൻ്റെ പിന്നിൽ ഓരോ അധ്യാപകന്മാർ, നല്ല ഗുരുക്കന്മാരുണ്ട്. അവരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവരാണ് ഈ ലോകത്തെ ശരിയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. ആരുടെ ഓണറിലാണ് ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അറിയാം? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സെപ്റ്റംബർ 5 എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ടീച്ചേഴ്സ് ഡേ ആചരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ടീച്ചേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സെപ്റ്റംബർ 5 അതായത് എസ് രാധാകൃഷ്ണൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ അധ്യാപക ദിനം ആചരിക്കുന്നത്. പ്രശസ്തമായ പ്രൊഫസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത്.
നമ്മുടെ ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്നാണ് ആസ് എ സ്റ്റുഡൻറ്? നമ്മുടെ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണണം. ഇപ്പം നമ്മുടെ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ പലതരം കുട്ടികളുണ്ട്. പാവപ്പെട്ടവരുണ്ട്, പണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരെയും നമ്മൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണാതെ എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഫ്രണ്ട് പോലെ ആയിരിക്കണം. അതായത് നമുക്ക് എന്ത് കാര്യം അവരോട് ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു ടീച്ചറായിരിക്കണം. എന്നൊരു ഏകദേശം നമ്മളെ നന്നായിട്ട് ക്ലാസ് ആണെങ്കിലും മാനേജ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ആയിരിക്കും നമ്മൾ എൻകറേജ് ചെയ്യണം ഓരോ കാര്യത്തിലും. അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും ഒക്കെ നമ്മൾ എൻകറേജ് ചെയ്യുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. ഒരിക്കലും ഒരു പഠിത്തം അങ്ങനെ ഒരു ബേസ് ഫുള്ള് അങ്ങനെ ആയിരിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിത്തം ആ ബേസും വേണം. ഒരു ഐഡിയൽ ടീച്ചർ ആവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആവുക, കൂടാതെ നമുക്ക് ഒരു ടീച്ചിങ് ആയിട്ടുള്ളൊരു ഉണ്ടാവുക. എവിടെ എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ ആകേണ്ടത്? ഏറ്റവും നല്ലൊരു അടുത്ത സുഹൃത്തായിരിക്കുക. അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ആയിരിക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും കുട്ടികളെ കൂടുതൽ അടുത്ത് അറിയാൻ പറ്റുക. ഫ്രണ്ട് ആയിരിക്കണം, ഗൈഡ് ആയിരിക്കണം, ആൻഡ് ഓൾസോ ഫിലോസഫറും കൂടി ആയിരിക്കണം. അതാണ് വിദ്യാർത്ഥിയെ മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് പക്വത ആയ പ്രായത്തിൽ നിൽക്കുന്നവരാണ് അധ്യാപകർ. വിദ്യാർത്ഥികൾ ഒരു പക്വതയിലേക്ക് എത്തുന്നുള്ളൂ. അവരുടെ വികാരങ്ങൾ വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ശരിയിലേക്ക് നയിക്കുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. അങ്ങനെയുള്ളവരുടെ കീഴിൽ വളരുന്നവർ എപ്പോഴും ശരിയിലേക്ക് നയിക്കപ്പെടുകയും അതിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെയാവണം അധ്യാപകർ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്നാണ് അറിയോ? വേൾഡ് ടീച്ചേഴ്സ് ഡേ സെപ്റ്റംബർ 5 അല്ല, അയ്യോ ഈ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞല്ലേ? എപ്പോ ആണോ? ഈ ഇടയ്ക്ക് കഴിഞ്ഞാണോ? എനിക്കറിയില്ല. ഒക്ടോബറോ ഒക്ടോബർ 5. എല്ലാം അറിയാം കേട്ടോ, ഫുള്ള് പഠിച്ചു തന്നേക്കാം. എവിടെ നിന്നൊക്കെ വരുന്നത്? ഒക്ടോബർ 5 ആണ്. ഒക്ടോബർ. ഓക്കെ. ഫേവറേറ്റ് ടീച്ചർ ഏതാ? തീർച്ചയായിട്ടും ഞങ്ങളുടെ ജോജുട്ടി സാർ തന്നെയായിരിക്കും. വിദ്യാർത്ഥികളെ സ്വന്തം മക്കളെ പോലെ കാണുകയും ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കൂടുതൽ പിയർ ടീച്ചിങ് പോലുള്ള ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരികയും ചെയ്ത ഞങ്ങളുടെ ബോസ് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും ഞങ്ങളോടുള്ള സമർപ്പണവും വളരെ വിലപ്പെട്ടതാണ്. ഭയങ്കര എടുത്തു പറയാൻ പറ്റുന്നതാണ്. അതിന് മറ്റു കോളേജിൽ നിന്ന് അപേക്ഷിച്ച് പിയർ ടീച്ചിങ് പോലുള്ള വളരെ കുട്ടികൾക്ക് പ്രയോജനകരമായ പല സംഭവങ്ങളും സാർ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആരാണ് ഫേവറേറ്റ് ടീച്ചർ? ലിനു സാർ. ലിനോ സാർ. ആരാ ഫേവറേറ്റ് ടീച്ചർ? മിഥുൻ സാർ. ആരാ ഫേവറേറ്റ് ടീച്ചർ? റജി സാർ. ആരാ ഫേവറേറ്റ്? മനു സാർ. ഡെന്നി സാർ. മനു സാർ. അപർണ മിസ്. മനു സാർ. ഓക്കെ. ഈ കോളേജിൽ തന്നെ പറ്റിയ ജോർജ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോർജ് സാറിന്റെ ക്ലാസ്സിൽ ഫേവറേറ്റ് ടീച്ചർ ഏതാ? ഫേവറേറ്റ് ടീച്ചർ ലിഡിയ മിസ് എച്ച്ഒഡി. ഫേവറേറ്റ് ടീച്ചർ? റജി സാർ. റജി മേക്കാടൻ. ജോസിയ സാർ. മേക്കാടൻ സാർ. മേക്കാട് സാർ. അവരുടെ കരിയർ കൊണ്ട് നമുക്ക് വേണ്ടി ഒത്തിരി വാല്യൂസ് ഉണ്ട്. നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ ഒരു വെളിച്ചമായിട്ട് അവർ നമുക്ക് പഠിച്ചു നൽകുന്നു. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് പറ്റുന്നത് ചെയ്യുക. നമ്മളൊരു ഡിവോട്ട് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അവർക്ക് കൊടുക്കുക നമ്മുടെ നല്ല റിസൾട്ടാണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവരെ കുറിച്ച് ഓർക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ മാത്രമല്ല, നമ്മുടെ നഴ്സറി മുതൽ പഠിപ്പിച്ച ഓരോ അധ്യാപകരെ കുറിച്ചുള്ള ഓർമ്മയാണ് ഈ ഓരോ ടീച്ചേഴ്സ് ഡേയും നമുക്ക് സമ്മാനിക്കുന്നത്. മാതാപിതാക്കളും ദൈവവും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിവ് പകർന്നു തന്നത് ഗുരുഭൂതരാണ്. അപ്പോൾ അവരെ നമ്മൾ ആദരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ദിവസം മാറ്റി വെക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മൾ എന്താണ് ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ചെയ്യേണ്ടത്? നമ്മൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനേകം പരിപാടികൾ ഇവിടെ ടീച്ചർമാർ ചെയ്യാറുണ്ട്. അവരെ ആദരിക്കാനായിട്ടും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അധ്യാപക ദിനമാണ്. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹവും അവർ നമുക്ക് പകർന്നു നൽകുന്ന അറിവിനോടുള്ള അവരുടെ ആദരവെല്ലാം അവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ഈ ദിനം അങ്ങേയറ്റം മനോഹരമാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മളെ ആദ്യാക്ഷരം കുറിപ്പിച്ച അധ്യാപകർ, ഇപ്പോഴത്തെ അധ്യാപകർ, ഈ കാലഘട്ടത്തിലുള്ള എല്ലാ അധ്യാപകരും അവർക്ക് അതിൻ്റെതായ ഒരു മൂല്യവും അതിൻ്റെതായ മഹത്വവും നമുക്ക് ഈ ഒരു ദിവസം, അതായത് സെപ്റ്റംബർ 5 എന്ന് പറയുന്ന ഈ ഒരു ദിവസം നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യേണ്ടതാണ്. വി ഹാവ് ടു ഡെഡിക്കേറ്റ് ദിസ് ഡേ ഫോർ അവർ ഓൾ ടീച്ചേഴ്സ്. സോ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ അവർ ടീച്ചേഴ്സ്. Thank you. This is Rohit Rajendran signing out from Being Madhu.